അല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടുക എന്നുള്ളൊരു പദ്ധതി BJPക്കുണ്ട്. ആ വേട്ടയാടൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്ദേമാതരത്തിൻ്റെ പേരിൽ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കുമെതിരായിട്ട് ചാർജ് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു കഴമ്പവുമില്ല. യഥാർത്ഥത്തിൽ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടിയന്തരമായി പിരിച്ചുവിടണം. അപ്പോൾ ഗോഡ്സെയുടെ പ്രേതം ബാധിച്ചവരാണ്, സവർക്കറുടെ പ്രേതം ബാധിച്ചവരാണ് ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ളത്. മുമ്പ് കോൺഗ്രസിനുണ്ടായിരുന്ന ആശയ വ്യക്തത ഇപ്പോൾ അതുപോലെ നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അത് അവർ വ്യക്തമാക്കി വിശദീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യാനെന്ന വിധത്തിൽ ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഛത്തീസ്ഗഡിലും മറ്റ് സ്ഥലങ്ങളിലും ശ്രീ നരേന്ദ്രമോദിയുടെയും ശ്രീ അമിത്ഷായുടെയും ഗവൺമെൻറ് കെട്ടഴിച്ചു വിട്ടത്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഈ വനാന്തരങ്ങളിലെല്ലാം പോയി വഴിതെറ്റിയ ഒരു ഹിംസാത്മക രാഷ്ട്രീയം പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഈ മാവോയിസ്റ്റുകളുടെ പ്രതിനിധികളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരും സംസാരിച്ചതാണ്. അപ്പോൾ അവർ ആയുധം താഴെ വെക്കാം, ഗവൺമെൻറ്റിന് ചർച്ച ചെയ്ത് മുഖ്യധാര ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് വരാം എന്ന് പറഞ്ഞതിന് ശേഷവും ഈ തെറ്റായ രാഷ്ട്രീയ പാത പിന്തുടരുന്ന യുവതി യുവാക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ വിടുന്നു എന്ന് ഭാവിച്ചിട്ട് നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്ന നിയമലംഘനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ നേരത്തെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതാണ്. CPIMൻ്റെ പ്രതിനിധിയായിട്ട് ഞാനും CPIയുടെയും CPI-ML ലിബറേഷൻ്റെയും ജനറൽ സെക്രട്ടറിമാരും ചേർന്നിട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതാണ്. ഇങ്ങനെയല്ല മാവോയിസ്റ്റുകളോട് പെരുമാറേണ്ടത്. അവരക്രമം ചെയ്താൽ അതിനെ സെക്യൂരിറ്റി സേന നേരിടണം. ഇപ്പോൾ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് മാവോയിസ്റ്റ് ഭീഷണി ഞങ്ങൾ തുടച്ചു നീക്കി കഴിഞ്ഞു, അത് സ്റ്റേറ്റ് ടെററിസം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ ഇപ്പോൾ വിമർശിക്കുന്നത്. ഇപ്പോൾ നഗരങ്ങളിൽ നക്സലൈറ്റുകളുണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നു, അർബൻ നക്സലൈറ്റുകൾ. ഇപ്പം ദിമാഗ്മേം നക്സൽ, മനസ്സിൽ നക്സലിസമുള്ളവരുണ്ടെന്നാണ് ആക്ഷേപിക്കുന്നത്. തങ്ങൾക്ക് വിയോജിപ്പുള്ളവരെയെല്ലാം രാജ്യദ്രോഹികളെന്ന് വിളിച്ച്, തുക്കടേ ലോകെന്ന് വിളിച്ച്, അങ്ങനെ പല പേരുകളിലിട്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ. ഫാദർ സ്റ്റാൻസ് സ്വാമിയുടെ അനുഭവം നമ്മുടെയുണ്ട്. ആനന്ദ് തൽത്തുംദെ എന്ന പ്രഗത്ഭനായ ചിന്തകൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലുള്ള പദ്ധതികൾ അമിത്ഷായും മോഡിയും മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് ആലോചിക്കുന്നു എന്ന് വേണം കരുതാൻ. ജന്തർ മന്തർ സമരത്തിലൂടെ മോഡിക്കുണ്ടായ തിരിച്ചടി, BJPയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ മണ്ഡലം ബങ്കിപ്പൂർ ബീഹാറിൽ അദ്ദേഹം ഒഴിഞ്ഞതിനെ തുടർന്ന് അവിടെ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ അതിശക്തമായ തിരിച്ചടി, ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ വളരെ കടുത്ത വിഘടന പദ്ധതികൾ, വർഗീയ വിഷം വമിക്കുന്ന പ്രചരണ പദ്ധതികൾ ഇതുവരെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വേണം ഈ ആക്ഷേപത്തിൽ നിന്ന് മനസ്സിലാകാൻ. ദിമാഗിൽ നക്സലിസം ഉള്ളവരല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതല്ല ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ദിമാഗിൽ ഗോഡ്സെ ഉള്ളവരാണ്. ഗോഡ്സെയുടെ ഫാസിസ്റ്റ് അക്രമ രാഷ്ട്രീയം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ വകവരുത്തുക എന്നുള്ള രാഷ്ട്രീയം, അതിപ്പോൾ ഇന്ത്യയിൽ പ്രാബല്യത്തിലുണ്ട്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ആധിപത്യത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗോഡ്സെയുടെ പ്രേതം ബാധിച്ചവരാണ്, സവർക്കറുടെ പ്രേതം ബാധിച്ചവരാണ് ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ളത്. അപ്പോൾ കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ സമയത്ത് നടന്ന മാവോയിസ്റ്റുകൾക്കെതിരായ മാവോയിസ്റ്റ് വേട്ടയൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. മോദി, അമിത്ഷാ, മോഹൻദാസ് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അന്ന് സംസ്ഥാന ഗവൺമെൻറ് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഛത്തീസ്ഗഡിലും മറ്റ് സ്ഥലങ്ങളും മോഡിയുടെയും അമിത്ഷായുടെയും ഭരണത്തിന് കീഴിൽ നടന്നതുമായി ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല അവിടെ നടന്നിട്ടുള്ളത്. അത് മുമ്പ് തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയവുമാണ്.
സാർ, ഒരു കാര്യം, ഈ AICC ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവൻ പാടുന്ന സാഹചര്യമുണ്ടായി. അത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടിനോട് ഘടകവിരുദ്ധമാണ്. ഇതിൽ സോണിയാഗാന്ധിക്കെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യവ്യാപകമായി പരാതികളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അബദ്ധം പറ്റിയതായിട്ട് പറയാൻ പറ്റും? അല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടുക എന്നുള്ളൊരു പദ്ധതി BJPക്കുണ്ട്. ആ വേട്ടയാടൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്ദേമാതരത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കുമെതിരായിട്ട് ചാർജ് ചെയ്യുന്നത്. അതിനപ്പുറം അതിനകത്ത് യാതൊരു കഴമ്പവുമില്ല. AICC ആസ്ഥാനത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായ രൂപത്തിൽ ആലപിച്ച അനുഭവമുണ്ട്. കേരളത്തിൽ സത്യപ്രതിജ്ഞാവേളയിൽ പൂർണ്ണമായിട്ട് ആലപിച്ചു. ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ അങ്ങനെ ഉണ്ടായില്ല. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് മുമ്പ് കോൺഗ്രസിനുണ്ടായിരുന്ന ആശയ വ്യക്തത ഇപ്പോൾ അതുപോലെ നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അത് അവർ വ്യക്തമാക്കി വിശദീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ SFIയുടെ ദേശീയ നേതാവ് ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് അവിടുത്തെ BC ആയിരുന്നു ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഷീ ഫെസ്റ്റിവൽ എന്നുള്ള നിലയിൽ ഒരു പരിപാടിയായിരുന്നു ഇവിടുത്തെ SFI സംഘടിപ്പിക്കുന്നത്. അതിനാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം മോഹൻ കുഞ്ഞുമൻ കേരള BC വീണ്ടും സംഘപരിവാർ RSS പരിപാടിയിൽ പങ്കെടുക്കുകയും അത് സംബന്ധിച്ച് പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സംഘം പുതിയ സർക്കാരിൻ്റെ കാലത്ത് മുഴുവനായി തന്നെ സംഘപരിവാറിലേക്ക് മാറുകയാണ്. സംഘപരിവാറിലേക്ക് മാറുന്നുണ്ട്, മുഴുവനായി മാറി എന്ന് പറയാൻ കഴിയില്ല. അതൊരു അതിശയോക്തിപരമായ പരാമർശമായിരിക്കും. പക്ഷേ ഇതിപ്പം രാജ്യത്തൊട്ടാകെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ സർദാർ പട്ടേൽ സ്കൂളിൽ സോയാ ഹസൻ എന്ന് പറയുന്ന പ്രശസ്തയായിട്ടുള്ള സ്കോളർ അവരെ പ്രസംഗിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു. പക്ഷെ പ്രസംഗിക്കാൻ വേണ്ടി അവർ പുറപ്പെടുന്ന സമയത്ത് അവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ പല ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തെലങ്കാനയിൽ നടന്നൊരു കാര്യം, അവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ മഴ പെയ്യാനും ഡാമുകൾ നിറയാനും വേണ്ടി യാഗം നടത്തിയിരിക്കുകയാണ്. മന്ത്രിയാണത് പറയുന്നത്, ഞങ്ങൾ നടത്തുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത് സംഘടിപ്പിക്കുന്നത്, പൂജാരിമാരും ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനമാണ്. കാര്യം ഇന്ത്യൻ ഭരണഘടനയിൽ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രോന്മുഖത പ്രചരിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം പല ഗവൺമെൻറ്റുകളും, ഇതിപ്പം തെലങ്കാനയിലത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഈ ഭീമമായ മഠയത്തരം കാണിക്കുന്നത്. BJP ഗവൺമെൻറ്റുകൾ ആശയപ്രകാശന സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്തുന്നു. സർവകലാശാലയിൽ വൈസ് ചാൻസലർമാർ ഇത്തരത്തിൽ പെരുമാറുന്നു. അപ്പോൾ വളരെ കലുഷിതമായൊരു ഇന്ത്യയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ. വീണ്ടും പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടിയന്തരമായി പിരിച്ചുവിടണം. അഖിലേന്ത്യാ തലത്തിൽ പ്രവേശനം നടക്കേണ്ട IIT പോലുള്ള സ്ഥാപനങ്ങളിലെ പ്രവേശനങ്ങൾക്ക് വേണ്ടി മാത്രം അഖിലേന്ത്യാ തലത്തിൽ പ്രവേശന പരീക്ഷ നടത്താം. ബാക്കിയെല്ലാം വികേന്ദ്രീകരിച്ച് അത് സംസ്ഥാനങ്ങൾ നടത്തുന്ന തരത്തിൽ പുനഃസംഘടിപ്പിക്കണം. സകലതും കേന്ദ്രീകരിക്കുന്ന ഈ മോഡി ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ആവർത്തിച്ചിട്ടുള്ള ഈ പരീക്ഷാ ക്രമക്കേടുകൾ സംഭവിക്കാൻ ഇടയാക്കുന്നത്. സാർ, മറ്റൊരു VC ഡോക്ടർ സിസ തോമസിനെതിരെ SFI നടത്തിയ പ്രതിഷേധം ഈ ശവസംസ്കാര ഘോഷയാത്ര നടത്തിയ വിവാദത്തിലായിരുന്നു കാലടിയിൽ. അത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അത്തരം സമരങ്ങൾ ശരിയാണോ? ഒരാളുടെ അത് നമ്മുടെ ഗോവിന്ദൻ മാഷൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കും. സഖാവ്, ഒരൊറ്റ കാര്യമായി ഈ മെറ്റയിലെ നടപടി ഇപ്പോൾ വന്നിട്ടുണ്ട്. കുട്ടി സഖാവിൻ്റെ അടക്കം പൂർണ്ണമായിട്ട് അതിനെ മാറ്റി. ഇന്നലെ കുട്ടികളുടെയൊക്കെ പ്രതികരണങ്ങൾ സഖാവിന് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ മെറ്റയുടെ ഇത്തരം നടപടികളോട് എന്താണ് CPMൻ്റെ നിലപാട്? അല്ല, ഈ സാമൂഹ്യ മാധ്യമം ഒരു നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് പ്രവർത്തനത്തിലുള്ള ഒരു ആശയവിനിമയ സൗകര്യമാണ്. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ആശയവിനിമയ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ ഉത്തരവാദിത്വ ബോധം നമ്മൾ പലപ്പോഴും കാണിക്കാറില്ല. ഞാൻ തന്നെ പലതും ഞാൻ അപൂർവമായിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ വരുമ്പോൾ അവിടെ കടന്നു വന്നിട്ട് വളരെ അസഭ്യവർഷം ചൊരിയുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കൊള്ളാമല്ലോ, എന്നെ അസഭ്യം പറഞ്ഞ് കുറച്ച് പേർക്കൊരു മാനസിക സായുജ്യം കിട്ടുമല്ലോ എന്നേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പക്ഷെ മറ്റു പലരും അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുകൾക്കാണ് ഇടപെട്ട് ഇതിൽ നിന്ന്
സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തെങ്കിലും നീക്കം ചെയ്യാൻ കഴിയുക. ഇവിടെ ഇപ്പം നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാവശ്യപ്പെട്ടിട്ടാണ്? ഇപ്പോൾ കേരളത്തിൽ ഉള്ള കുറേ കാര്യങ്ങളാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കണം. ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു, ഏത് അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടാണ് ഒരു പ്രത്യേക ഉള്ളടക്കം സാമൂഹ്യ മാധ്യമത്തിൽ നീക്കം ചെയ്തത് എന്ന കാര്യം വെളിപ്പെടുത്താൻ ഈ എക്സ് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം വന്നു. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആളുകൾ കള്ളം പറയുന്നുണ്ടോ സത്യം പറയുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിചാരണ നടത്തേണ്ട കാര്യമില്ല. അവർ തന്നെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ പ്രതിപക്ഷ ഉപനേതൃ പദവി വീണ്ടും വേണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തീർപ്പ് എന്താ ഇത്രയും കാലമായിട്ട് ഉണ്ടാകാത്ത സാർ? അത്തരമുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിലെ CPIയുടെയും CPIMൻ്റെയും LDFൻ്റെയും നേതാക്കന്മാർ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇവിടെ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു വിഷയമല്ല അത്. ഒറ്റ ചോദ്യം ഇവിടെ, ഈ വന്ദേ മാതരത്തിന് ഇപ്പോൾ കേരളം പാടിയതുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ മാത്രം ആ പ്രഖ്യാപന നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷത്തിൻ്റെ പ്രസൻസ് ഉണ്ടാണോ എന്ന് കരുതുന്നു? നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്താം. ഞാൻ അതിനെക്കുറിച്ചൊരു അവകാശവാദം ഉന്നയിക്കാൻ നിൽക്കുന്നില്ല. താങ്ക് യു.